ഹായ്, നമസ്കാരം. വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിലെ നമ്മൾ 2 തരത്തിലുള്ള ആളുകളെ സാധാരണഗതിയിൽ കാണാറുണ്ടല്ലേ. ഒന്ന് വളരെ നല്ല സാഹചര്യങ്ങളിൽ ജനിച്ച് നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയൊക്കെ ഉണ്ടായിരുന്ന ഒരാളുകള് അവസാന കാലഘട്ടങ്ങളിൽ സമ്പത്തെല്ലാം നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന ആളുകളെ നാം കണ്ടുമുട്ടാറുണ്ട്. അതേപോലെ തന്നെ വളരെ വളരെ സാധാരണമായ ഒരു കുടുംബത്തിൽ ജനിച്ച് വലിയ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനോ വലിയ ജോലികളോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ചുറ്റുപാടുകളോ ഇല്ലാത്തവരിൽ നിന്ന് നല്ല രീതിയിൽ ഉയർന്നു വന്ന ആളുകളെയും നാം കണ്ടുമുട്ടാറുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? അപ്പോൾ പ്രത്യേകമായിട്ട് നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങളല്ല നമുക്ക് സമ്പത്ത് സൃഷ്ടിക്കുന്നത്, നമ്മളുടെ ശീലങ്ങളാണ് നമുക്ക് സമ്പത്ത് സൃഷ്ടിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. നമുക്ക് സമ്പത്ത് സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു 10 ശീലങ്ങളെ പറ്റിയിട്ട് നമുക്ക് ആലോചിച്ചാലോ. പലരുടെ ജീവിതത്തിലും സാമ്പത്തികമായ അച്ചടക്കം ഇല്ലാത്ത കാരണം കൊണ്ടാണ് പലപ്പോഴും അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് അവർ പരാജയപ്പെട്ടു പോകുന്നത്. 10 ശീലങ്ങൾ നമ്മളിൽ വളർത്തി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് നമുക്ക് വളരെയധികം മാറ്റങ്ങൾ വരുത്താനായിട്ട് കഴിയും. ഏതൊക്കെയാണ് 10 ശീലങ്ങൾ എന്ന് നോക്കിയാലോ. ഒന്നാമത്തെ ശീലം, സമ്പത്ത് ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും വലിയ ശമ്പളം കിട്ടുന്ന കാര്യത്തിലല്ല, നമ്മുടെ ശീലത്തിലാണ് നമുക്ക് സമ്പത്ത് ഉണ്ടാകുന്നത്. 50,000മോ 1,00,000മോ രൂപ ശമ്പളമുള്ള ഒരാളുകളാണെങ്കിലും നമുക്ക് കിട്ടുന്നതിൽ കൂടുതൽ ചിലവഴിച്ചു കൊണ്ടുള്ള ധാരാളിത്തമുള്ള ഒരു ജീവിതമാണെങ്കിൽ അവർക്കൊരിക്കലും സമ്പത്ത് സൃഷ്ടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ വലിയ ശമ്പളമുള്ള ജോലിയല്ല നമ്മളുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനം എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് കിട്ടുന്ന വരുമാനങ്ങളിൽ നിന്ന് സ്ഥിരമായിട്ട് നമ്മൾ നിക്ഷേപിക്കുകയും ഒരു നിശ്ചിത തുക എല്ലാ മാസവും സ്ഥിരമായ നിക്ഷേപങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളതാണ് സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഒന്നാമത്തെ ചവിട്ടുപടിയായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ നിയന്ത്രിതമായ ചെലവുകളാണ്. ഒരുപാട് അനാവശ്യ ചെലവുകളിലേക്ക് പോകാതെ നമ്മുടെ എല്ലാ മാസവും നമ്മുടെ ചെലവുകൾ നിശ്ചിത രീതിയിൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമ്മളുടെ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഒന്നാമത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് 1000 രൂപ വെച്ചുകൊണ്ട്, അതായത് 1000 രൂപ നിക്ഷേപത്തിലേക്ക് മാറ്റിക്കൊണ്ട് നമുക്ക് ഒരു സമ്പാദ്യശീലം വർദ്ധിപ്പിക്കാം. 1000 രൂപ മാസം നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ ചെറിയ SIP-കൾ, അതേപോലെ തന്നെ അതേ SIP പോലുള്ള ധാരാളം മാർഗങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. SIP-കളെല്ലാം കുറച്ച് കാലം നമ്മൾ നിക്ഷേപിക്കുകയാണെങ്കിൽ 20 25 വർഷം സ്ഥിരമായിട്ട് നമ്മൾ നിക്ഷേപിക്കുക. SIP-കളോ അതല്ലെങ്കിൽ ലോങ് ടേം ഇൻഷുറൻസ് പദ്ധതികളോ അതല്ലെങ്കിൽ ലോങ് ടേം നിക്ഷേപ പദ്ധതികളോ നമ്മൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് സമ്പത്തുണ്ടാക്കാൻ പറ്റുന്ന ഒരു ശീലമാണ്. ചെറുതെങ്കിലും, വലുതായ തുക നമ്മുടെ കയ്യിലില്ലെങ്കിൽ ചെറുതെങ്കിലും 1000 രൂപയെങ്കിലും മാറ്റിവെച്ചുകൊണ്ട് ഒരു നിക്ഷേപം തുടങ്ങുക എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു ശീലം എന്ന് പറയുന്നത് എല്ലാവരും ചെയ്യുന്ന ഒരു അബദ്ധമാണ്. നമ്മുടെ കയ്യിൽ ഒരു തുകയുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അത് SB അക്കൗണ്ടിൽ നമ്മൾ കൊണ്ടിടാറുണ്ട്. SB അക്കൗണ്ടിൽ കൊണ്ടിടുമ്പോൾ നമുക്കറിയാം വെറും 2%മോ 3% മാത്രം ഇൻട്രസ്റ്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ അത്തരം തുകകളെ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് വളർച്ച കൈവരിക്കാവുന്ന നിക്ഷേപങ്ങളിലേക്ക് നമ്മൾ മാറ്റണം. നമ്മളുടെ ഇൻട്രസ്റ്റിനും കൂടി നമുക്കതിലൊരു തുക ഇൻട്രസ്റ്റ് വരും. ആ ഇൻട്രസ്റ്റും കൂടെ നമുക്ക് വളർച്ച കൈവരിക്കുകയാണെങ്കിൽ, അതായത് സമ്പത്ത് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് പറയാൻ പറ്റുന്ന ഒരു മൂന്നാമത്തെ കാര്യം. അപ്പം നമ്മുടെ കയ്യിൽ ചെറിയൊരു തുകയാണ് നിക്ഷേപമെങ്കിൽ തന്നെയും ആ തുക നമ്മൾ സാധാരണ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാതെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ വളർച്ച നിർബന്ധമായിട്ട് വളർച്ച വരുന്ന തരത്തിലുള്ള ഏതെങ്കിലും നിക്ഷേപ പദ്ധതികളിൽ നമ്മൾ നിക്ഷേപിക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമുക്ക് അടുത്തൊരു കാര്യം. പിന്നെ നാലാമതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പല ആളുകൾക്കും സമ്പാദ്യത്തിനേക്കാൾ കൂടുതൽ ലോണുകളായിരിക്കും ഉണ്ടായിരിക്കുക. പല ലോണുകളും വലിയ ഇൻട്രസ്റ്റ് ഉള്ള ലോണുകളായിരിക്കും. ഇത്തരം ഇൻട്രസ്റ്റ് ഉള്ള ലോണുകൾ കുറച്ചുകൊണ്ട്
നമ്മളുടെ ശമ്പളത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ ഇൻട്രസ്റ്റ് അടയ്ക്കാനാണ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത്തരം ഇൻട്രസ്റ്റ് കൂടുതലുള്ള ലോണുകൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സാമ്പത്തികമായിട്ട് ഒരു അച്ചടക്കം പാലിക്കുകയാണെങ്കിൽ നമുക്ക് സമ്പത്ത് സൃഷ്ടിക്കാനുള്ള അടുത്ത ഒരു മാർഗമാണ്. പിന്നെ അടുത്തതായിട്ട് പറയാനുള്ള ഒരു കാര്യം, വരുമാനം മാത്രം പോരാ. അതായത് ശമ്പളത്തിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് സാമ്പത്തികമായിട്ട് വളരെയധികം മെച്ചപ്പെടാൻ പറ്റില്ല. നമുക്ക് ശമ്പളത്തിന് പുറമെ തന്നെ അഡീഷണൽ ആയിട്ട് വരുമാനം കിട്ടുന്ന എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് ബിസിനസ്സുകൾ എന്ന് നമുക്കതിനെ പറയാം. എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് ബിസിനസ്സുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വരുമാനം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ അത് നമുക്ക് അടുത്ത ഒരു മാർഗ്ഗമാണ് സമ്പത്ത് സൃഷ്ടിക്കാനുള്ളത്. ആറാമതായിട്ട് പറയാനുള്ള കാര്യം, നമ്മൾ ധാരാളം സമ്പത്തുകൾ സൃഷ്ടിച്ച് കഴിഞ്ഞാലും ആ സമ്പത്തിനെ നിലനിർത്താൻ നമുക്കൊരു ഇൻഷുറൻസ് പദ്ധതി നമുക്ക് വേണം. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവിചാരിതമായി നമ്മളുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമുക്ക് വരാവുന്നതാണ്. അതായത് അസുഖങ്ങൾ വരാം, ഏറെ എന്തെങ്കിലും നഷ്ടസാധ്യതകൾ വരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ നമ്മളുടെ ജീവിതത്തിലെ നഷ്ടം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതികൾ നമുക്ക് ചേരണം. അപ്പോൾ നമ്മളുടെ സമ്പത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഷുറൻസ് പദ്ധതികൾ നിർബന്ധമായിട്ടും വേണം. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം റിട്ടയർമെൻറ്റ് പ്ലാനിങ് ആണ്. റിട്ടയർമെൻറ്റ് പ്ലാനിങ് പറയുന്നത് നമ്മൾ സമ്പാദിക്കുന്ന ഒരു തുക നമ്മളുടെ ഇന്നത്തെ കാലത്ത് മാത്രമല്ല നമുക്ക് പ്രയോജനപ്പെടേണ്ടത്, നമ്മളുടെ ജീവിതത്തിലെ അവസാനം വരേക്കുള്ള കാലഘട്ടത്തിലും നമുക്ക് ഈ തുക പ്രയോജനപ്പെടണമെങ്കിൽ നമുക്ക് വളരെ നേരത്തെ തന്നെ ഒരു റിട്ടയർമെൻറ്റ് തുക നമ്മൾ പ്ലാൻ ചെയ്യുകയും റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും വേണം. അടുത്തതായി നമുക്ക് പറയാനുള്ള കാര്യം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ട് വേണം. കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഏറ്റവും ചെലവേറിയ ഒരു മാർഗമാണ്. നമ്മൾ 10, 15, 18 വർഷം സമ്പാദിച്ച ഒരു തുക മുഴുവനും കുഞ്ഞുങ്ങളുടെ ഒരു എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ വേണ്ടി ചെലവാക്കപ്പെടേണ്ട അവസ്ഥ വരാറുണ്ട്. അപ്പോൾ അത്തരം അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഒരു തുക നമ്മൾ മാറ്റിവെക്കേണ്ടതാണ്. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസം നമുക്ക് ആ തുകയിൽ നിന്ന് നമുക്ക് നടന്നു പോകുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് മറ്റൊരു കാര്യം, സ്ത്രീകൾക്കും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വരുമാനം വേണം എന്നുള്ളതാണ്. അവർക്ക് സ്വന്തമായിട്ട് ഒരു വരുമാനം ഉണ്ടെങ്കിൽ മാത്രമാണ് സ്ത്രീകൾക്ക് അവരുടെ പേരിൽ സ്വന്തമായിട്ട് നിക്ഷേപങ്ങൾ ഉണ്ടാക്കാനും സ്വന്തമായിട്ട് ഭർത്താവിനെയോ മക്കളെയോ ആശ്രയിക്കാതെ അവരുടെ ജീവിതത്തിലെ അവസാന നാളുകൾ വരെ കഴിഞ്ഞു കൂടണമെങ്കിൽ അവരുടെ കയ്യിൽ സ്വന്തമായിട്ട് അവർക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ തന്നെ വരുമാന മാർഗങ്ങളും നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. അടുത്ത 10ാമതായിട്ട് നമുക്ക് പറയാൻ പോകുന്നത്, നമ്മൾ സമ്പാദിക്കുന്ന ഒരു തുകയിൽ നിന്ന് നിർബന്ധമായിട്ടും നമുക്ക് വേണ്ടിയിട്ടൊരു തുക മാറ്റിവെക്കണം എന്നുള്ളതാണ്. നമ്മൾ ജോലിയോ അതല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തൊഴിലോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ ആദ്യം തന്നെ മാറ്റിവെക്കേണ്ടത് അവനവന് വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടാണ്. നിർബന്ധമായിട്ടും സാധാരണഗതിയിൽ സംഭവിക്കാറുള്ള ഒരു കാര്യം, നമ്മളൊരു സ്വയം തൊഴിൽ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ വാടക, ശമ്പളം, ബാക്കി കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും തുകയുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നമുക്ക് വേണ്ടി മാറ്റി വെക്കാറ്. അതിൽ നിന്ന് മാറി ആദ്യം തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ഒരു തുക ശമ്പളമായിട്ട് നമ്മൾ മാറ്റി വെക്കാനായിട്ട് ശ്രമിക്കണം. ഇത്തരം 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ നമുക്ക് സമ്പത്ത് സൃഷ്ടിക്കാനായിട്ടുള്ള ആദ്യത്തെ ചുവടുവയ്പ് നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തുടർന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതവും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ അനിശ്ചിതമായിട്ട് വരുന്ന അസുഖങ്ങളും അതുപോലെ നമ്മളുടെ റിട്ടയർമെൻറ്റ് ലൈഫും അതുപോലെ കുട്ടികളുടെ എഡ്യൂക്കേഷനും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒരു റിസ്ക് ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിലേതെങ്കിലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ നമ്മൾ അതിൽ 1, 2 കാര്യങ്ങളെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമസ്കാരം. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.